ഹലോ, നമസ്കാരം കൂട്ടുകാരെ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചൂലന്നൂർ പീ ഫൗൾ സാങ്ച്വറിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ വരികയാകുമ്പോൾ മയിലുകളിനെ കാണാം. അതായത് മയിലിൻ്റെ ഫോട്ടോവും വീഡിയോസും എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. വന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടെ 2 കിലോമീറ്റർ മുതൽക്ക് 6 കിലോമീറ്റർ വരെയുള്ള ട്രക്കിംഗ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. ട്രക്കിംഗ് ചെയ്യാൻ നമ്മൾ ഒരു ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിൻ്റെ വില 20 രൂപയാണ്. ഒപ്പം നമ്മളൊരു ഗാർഡിനെ കൂട്ടുകയാണെങ്കിൽ ഗാർഡിക്ക് ഒരു 500 റുപ്പീസ് നമ്മൾ പേ ചെയ്യണം. അപ്പോൾ ഈ പക്ഷി സങ്കേതത്തിൽ പക്ഷികളെ കാണുക പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു മയിലിനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ അതും വളരെ ബ്യൂട്ടിഫുൾ മയിലാണ്. ഞാനൊരു 2 കിലോമീറ്റർ ട്രക്കിംഗ് എടുക്കാൻ എന്നിട്ടാണ് തീരുമാനിച്ചത്. അപ്പോൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ ചെറിയൊരു മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ട്രക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. കാട്ടിൻ്റെ ഉള്ളിൽ എപ്പോഴും ട്രക്കിംഗ് ഈസ് ഓൾവേസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. അപ്പോൾ അതും പ്രത്യേകിച്ച് മഴക്കാലത്ത്. അപ്പോൾ ഞാനൊരു കുടയും പിടിച്ചിട്ട് പതുക്കെ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ കൂടെ ഈ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യാം. കിളികളും പക്ഷികളുടെയും ശബ്ദവും, ചെറിയ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ശബ്ദവും, ദൂരെ നിന്ന് മയിലുകൾ കൂവെന്ന് വിളിക്കുന്ന ശബ്ദവും, ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ മൈൻഡൊന്ന് ഭയങ്കരമായി റിലാക്സ് ആവും. അധികം സിറ്റിയുടെ ശബ്ദങ്ങളോ വേറെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ബ്യൂട്ടിഫുള്ളായ എക്സ്പീരിയൻസ്. ചുറ്റും ഗ്രീനറി, ഒരു പെർഫെക്റ്റ് ഫോറസ്റ്റ് ട്രക്കിംഗ് എന്ന് പറയാം. ഞാനൊരു ചെറിയ ട്രക്കിങ്ങേ ചെയ്തിട്ടുള്ളൂ, പക്ഷേ അതും വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ്. നിങ്ങൾക്ക് എപ്പോഴും പാലക്കാട് വരാനൊരു ചാൻസ് ഉണ്ട്. നിങ്ങൾ പാലക്കാട്ടിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സങ്കേതത്തിൽ വരണം. നിങ്ങൾക്ക് മയിൽ കാണുമെന്ന് 100% ഷുവർ അല്ല, പക്ഷേ ഈ ട്രെക്കിങ്ങിന് ഒരു എക്സ്പീരിയൻസാണ്. പിന്നെ യു വിൽ ഗെറ്റ് ചാൻസ്. ഇവിടെ ഒരുപാട് മയിലുകളുണ്ട്. സോ വീഡിയോ ഫുള്ളായി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് റെസ്റ്റിംഗ് പോയിൻറ്റ്സ് ഉണ്ട്. നമ്മൾ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും റെസ്റ്റ് ചെയ്യണമെങ്കിൽ റെസ്റ്റ് ചെയ്യാനുള്ള ചെറിയ ചെറിയ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേമാതിരി പക്ഷികൾക്ക് വേനൽക്കാലത്ത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ അതിനുള്ള സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. നല്ലൊരു വഴിയാണ്. അത്ര മോശമല്ല. ഇപ്പോൾ ഈ മഴയായ കാരണം ചെറിയ രീതിയിൽ ചെറിയൊരു ചേറും ചളിയും ഉണ്ടാവും. പക്ഷേ അങ്ങനെ മോശമായുള്ളൊരു വാക്ക് ചെയ്യാൻ പറ്റാത്തൊരു വഴിയൊന്നുമില്ല. കാടിൻ്റെ ഭംഗി ഒരു വേറൊരു സുഖമാണ്. മുളക്കമ്പുകൾ ചെരിഞ്ഞിരിക്കുന്നതും പലതരം മരങ്ങളുടെ ഷേപ്പും, പുതിയ ഇലകളും പഴയ ഇലകളുടെയും കൂടി സൺലൈറ്റ് വീഴുമ്പോഴുള്ള ഒരു പ്രത്യേക കോമ്പിനേഷൻ ഉണ്ട്. ഇതെല്ലാം നേരിട്ട് വീഡിയോനെക്കാട്ടിലും നമ്മൾ നേരിട്ട് കണ്ണിലൂടെ കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി ജാസ്തി തിരിച്ചറിയാൻ. ഈ വീഡിയോയിൽ എത്രമാത്രം ക്ലാരിറ്റി നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ നേരിട്ട് ഇതെല്ലാം കാണുമ്പോൾ ഒരു റിഫ്രഷിംഗ് ആയ എക്സ്പീരിയൻസാണ്.
നടന്ന് വന്നപ്പോൾ ഞങ്ങൾ ഈ റെസ്റ്റിംഗ് പോയിൻറ്റിലേക്ക് എത്തി. ഈ റെസ്റ്റിംഗ് പോയിൻറ്റിൻ്റെ അടുത്ത് ഒരു നല്ലൊരു പാറയും അതിന് ചുറ്റും ചെറിയൊരു വെള്ള തടാകത്തിനെയും കണ്ടു. അപ്പോൾ ഇവിടെ കുറച്ച് നേരം നിൽക്കാമെന്ന് പ്രതീക്ഷിച്ചു. ഇതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പിന്നെ പതുക്കെ ആ പാറയുടെ മുകളിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പതുക്കെ ഞങ്ങൾ ആ പാറയുടെ മുകളിൽ അങ്ങോട്ട് കയറാമെന്ന് തീരുമാനിച്ചു. പതുക്കെ നടന്ന് അതിൻ്റെ മുകളിൽ കയറി അവിടെ നിന്നുള്ള വ്യൂ എന്താണെന്ന് കാണാനായിരുന്നു ഒരു കൂട്ടുകാരെ വന്ന് കാണാം. ഇതേ കണ്ടില്ലേ, ഈ പാറയുടെ വ്യൂ ആണ് ഞങ്ങൾ ട്രക്ക് ചെയ്ത് ഇത്ര ദൂരം വന്നത്. ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്തായി. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ചുറ്റും ഒന്ന് കണ്ടിട്ട് ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോവാൻ വിചാരിച്ചു. ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് നേരിട്ട് ഈ വീഡിയോയിലൂടെ ആസ്വദിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. എസ്പെഷ്യലി കാർമേഘങ്ങൾ വന്ന് മൂടി നിൽക്കുകയാണ്. അതേമാതിരി നല്ല കാറ്റ് വീശുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഈ ചുറ്റും നിൽക്കുന്ന കാടിൻ്റെ ഒരു ഗ്രീനായ ഭംഗി, അതൊരു ബ്യൂട്ടിഫുള്ളായ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ കാടിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് പാറയുടെ മുകളിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ച് നടക്കാൻ തീരുമാനിച്ചു. വന്ന വഴിയിലൂടെയാണ് തിരിച്ച് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ തിരിച്ച് പോകുമ്പോഴും കാടിൻ്റെ ഭംഗിയും
ബാക്കി ചുറ്റും നിൽക്കുന്ന ഇലകളും അതേമാതിരി ചെറിയ ചെറിയ മരങ്ങളും ഇതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ചിട്ടാണ് നടക്കുന്നത്. എസ്പെഷ്യലി ഇവിടെ ഫാമിലിയും കുട്ടികളെ കൊണ്ടുവരുമ്പോൾ അവർ കൂടുതൽ ആസ്വദിക്കും ഇതൊക്കെ അവർ കാണുമ്പോൾ. കാരണം ഈ കാട് ഭയങ്കര സേഫാണ്. വലിയ പുലിയോ ആനയോ ഒന്നും ഇല്ലാത്തൊരു കാടാണ്. അപ്പോൾ മെയിൻലി പീഫൗൾ സാങ്ച്വറി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പക്ഷി സങ്കേതമാണ്. കുട്ടികൾക്ക് ഇത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ഇവിടെ വന്നൊന്ന് കറങ്ങി പോവാൻ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ തീർച്ചയായും ഫാമിലിയും കൊണ്ടുവരിക, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇതെല്ലാം ഒന്ന് കാണിക്കുക. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബട്ടർഫ്ലൈ പാർക്കും ഉണ്ട്. അവിടെയും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. അവിടെ ഒരുപാട് ബട്ടർഫ്ലൈസ് കോൺസ്റ്റൻ്റ്ലി അവിടെ കറങ്ങുന്നതും വിവിധ കളേഴ്സുള്ള ബട്ടർഫ്ലൈ എല്ലാം കാണുന്നതും ആസ്വദിക്കാം ഡെഫിനറ്റ്ലി. ഇവിടെ തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് പക്ഷികളെ കുറിച്ച്, മയിലുകളെ കുറിച്ച്. ഇതൊക്കെ നമ്മൾ പഠിക്കാം.